നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നയനയ്ക്ക് ഇഷ്ടപ്പെട്ട കറികളും കാര്യങ്ങളും ഒക്കെ എലിസബത്ത് ഉണ്ടാക്കുകയാണ്. അപ്പം നയനയോട് ഇഷ്ടപ്പെട്ട കറികളെ കുറിച്ചെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നയനയുടെ എല്ലാ കാര്യങ്ങളും നോക്കണമെന്നാണ് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടോ ദാമുവേട്ടനാണെങ്കിൽ അടുക്കള കയറി കറികളൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് എലിസബത്ത് പറഞ്ഞു ഞാൻ ഉണ്ടാക്കാന്നും പറഞ്ഞ എലിസബത്താണ് നയനയ്ക്ക് വേണ്ടിയിട്ട് നയനയുടെ ഇഷ്ട വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. അതിനുശേഷം നയനയെ ആദർശനെയും കൂടെ ഊണ് കഴിക്കാൻ വിളിച്ചു. കറികളൊക്കെ വിളമ്പി കൊടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. നയനയ്ക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിക്ക് തന്നെ നല്ല രുചിയോട് കൂടിയിട്ട് എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. നയന അഭിനന്ദിക്കുകയും ചെയ്തു. ആ സമയത്ത് എലിസബത്ത് പറഞ്ഞു ഇതിനു മുമ്പ് പോയി നിന്ന വീട്ടിലൊക്കെ അവർക്കൊക്കെ എന്നെ ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്കാൻ നോക്കിയിരുന്നേ. അതുകൊണ്ട് ഇന്ന് വരെ ഒരിടത്തും എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു ആ ഇവിടെ അങ്ങനെ തന്നെ നിൽക്കണം, അറിയാലോ. പിന്നെ ദാമുവേട്ടന് നല്ല വിശ്വാസമുണ്ട് ചേച്ചിമേല. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ചേച്ചിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എലിസബത്ത് പറഞ്ഞു ആ കാര്യമൊന്നും ഓർത്ത് ആദർശ് സാറ് പേടിക്കണ്ട, ഞാന് നയനമ്മളുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് കനക വരുന്നേ, നയനയെ കാണാൻ വേണ്ടി വരുന്ന. അപ്പൊ ഹോം നേഴ്സ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കനകയോട് നയന പറയണം. അത് കേട്ടിഞ്ഞപ്പോ കനക പറഞ്ഞു അതിന്റെ ആവശ്യം ഉണ്ടായിരുന്ന മോളെ, ഞാൻ വന്ന് നോക്കത്തില്ലായിരുന്നോ? ഞാൻ പറഞ്ഞല്ലേ മോളോട്, ഈ ഹോം നേഴ്സുമാരൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാവോ? അമ്മേ അതൊന്നും സാരമില്ല, എന്നാലും വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. കനകയ്ക്കാണെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോഴേക്കും നയന പറഞ്ഞു അമ്മയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്ന കാര്യമാണോ? നന്ദു അച്ഛനോട് തനിച്ചല്ലേ ഉള്ളൂ. നന്ദും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേന്ന് ചോദിച്ചു. അത് പിന്നെ മോളെ സാരമില്ല, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തോളൂന്ന് പറഞ്ഞു. അതൊന്നും പ്രശ്നമില്ല, ഇനിയിപ്പോൾ ഡെലിവറി ആണ് സമയത്ത് വേണമെങ്കിൽ അമ്മ വന്നാൽ മതി, അതുവരെയെങ്കിൽ ചേച്ചി ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ കനകയ്ക്ക് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് കനക നേരെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ എലിസബത്ത് അടുക്കളയിൽ പാചകത്തിലായിരുന്നു. അപ്പോഴേക്കും കനക ഇരുന്നിട്ടെല്ലാം നോക്കുവാണ്. നോക്കിയിട്ട് ഇതൊക്കെയാണോ ഉണ്ടാക്കി വെച്ചിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും എലിസബത്ത് പറഞ്ഞു ഇതിനൊക്കെ എന്താ? ഇതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ കുറ്റം പറയണം. അപ്പോഴേക്കും എലിസബത്ത് പറഞ്ഞു അതെ നിങ്ങളുടെ ഇഷ്ടക്കേടൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനേ നയനമോളെ നോക്കാനായിട്ട് വന്ന എനിക്ക് നയനമോളുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അല്ല ഈ കറിക്കൊന്നും ഒരു രുചിയില്ലല്ലോ. രുചിയില്ലെങ്കിൽ നിങ്ങൾ കൂട്ടണ്ട. നയനമോള് പറഞ്ഞ് നല്ല രുചിയുണ്ടെന്ന് പറഞ്ഞ് അവർ കൂട്ടുകയും ചെയ്തെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം കനയ്ക്ക് ദേഷ്യമായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറയണം. ഈ സമയത്താണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത്. നയനയ്ക്ക് തോന്നി ഇത് പന്തികേടാവുന്ന. പെട്ടെന്ന് നയന ആദർശിന്റെ അടുത്തേക്ക് വന്നു. ആദർശിനോട് വന്നിട്ട് പറഞ്ഞു ആദർശേട്ടാ ഇത് ശരിയാവും തോന്നില്ല എന്ന് പറഞ്ഞു. എന്താ? അമ്മയും എലിസബത്ത് ചേച്ചിയും കൂടെ തമ്മിൽ അടുക്കള കിടന്ന് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. രണ്ടുപേരിൽ ഒരാളും മിക്കവാറും ഇവിടെ കാണത്തുള്ളൂ. ഇങ്ങനെ പോയാൽ മിക്കവാറും അമ്മ ആ ചേച്ചിനെ ഓടിച്ചു വിടുന്ന ലക്ഷണം കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ആദർശ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിന്റെ അമ്മയെ പോയി എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടാൻ നോക്ക്, അല്ലെങ്കിൽ പണി പാളൂന്ന് പറഞ്ഞു. ഒടുവിൽ നയന പോയി കനകയെ വിളിക്കുകയാണ്. അങ്ങനെ കനകയെ വിളിച്ചുകൊണ്ട് ഒന്ന് കോംപ്രമൈസ് ആക്കുവാണ്. അമ്മേ നല്ല ചേച്ചിയാ, ആള് പാവാ, വെറുതെ അമ്മ ചേച്ചിയായിട്ട് വഴക്കടിക്കാൻ പോകണ്ട, എന്നെ നല്ല പറഞ്ഞ നോക്ക് നോക്കിക്കോളെന്ന് പറഞ്ഞു. അമ്മ ദൈവത്തെ ഓർത്ത് വഴക്കൊന്നും ഉണ്ടാക്കരുത്, ഒരു പ്രശ്നം ഉണ്ടാക്കാതെ പോകണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വിധത്തിൽ അനുനയിപ്പിച്ച് കനകയെ പറഞ്ഞു വിടുവാണ്. ആ സമയത്ത് അനി വീട്ടിലേക്ക് വരുന്നേ. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനുമാണ് അവന്തിയെ കാണാനായിട്ട് നവീൻ വന്നെന്നുള്ള കാര്യങ്ങളൊക്കെ ജാനകി പറയണേ. അത് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒന്ന് തുള്ളിച്ചാടാനാ തോന്നിയേ, ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ജാനകി പറഞ്ഞു നവീനുമായിട്ട് അവന്തികയുടെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കുടുംബത്തിന് പുതിയ ബന്ധമായി. മാത്രമല്ല നവീൻ നല്ലൊരു വക്കീലും കൂടെ അല്ലേ. അത് കേട്ടപ്പോൾ അനി പറഞ്ഞു അത് ശരിയാമേ, എത്രയും പെട്ടെന്ന് അങ്ങനെയാണെങ്കിൽ അവരുടെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. അല്ല നിനക്ക് എന്താടാ ഭയങ്കര സന്തോഷം മുഖത്ത്? ഒന്നുമില്ലാന്ന് പറഞ്ഞു. അവന്തികയുടെ കല്യാണം എന്ന് അറിഞ്ഞുകൊണ്ടാണോ അതോ നിന്റെ കൂട്ടുകാരനെ അവന്തികയും തമ്മിൽ ഒന്നിക്കണമെന്നോണ്ടാണോ എന്ന് ചോദിച്ചു. നല്ലൊരു ബന്ധമല്ലേ അവൻ പാവമാണ് നവീന്, അവന്തിക്ക് ചേരുന്ന ബന്ധമാന്ന് പറഞ്ഞു. പിന്നീട് അനി എന്ത് ചെയ്തു, അവന്തിയുടെ അടുത്തേക്ക് എല്ലുവാണ്. അവന്തിയുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന സമയത്ത് അവന്തിയോട് പറഞ്ഞു അല്ല ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞല്ലോ. അതെ നവീൻ ചേട്ടനാ വന്നേ, ഞാൻ പോലും അറിഞ്ഞില്ലായിരുന്നു പറഞ്ഞു. നവീൻ ചേട്ടൻ വരുന്ന കാര്യത്തെക്കുറിച്ച് ഇവിടെ വന്നതിന് ശേഷം മുത്തശ്ശനും മുത്തശ്ശിക്കും എന്നോട് ഈ കാര്യം പറയണേ. അത് കേട്ടപ്പോൾ അനി പറഞ്ഞു ഒരു കാരണവശാലും ഈ ബന്ധം നീ വിട്ടുകളയരുത്. കാരണം നവീൻ നല്ല ചെക്കനാണ്, അവനെ എനിക്ക് നന്നായിട്ടറിയാം.
നിനക്കും അറിയാവുന്നതാണല്ലോ. വേറെ ചീത്ത കൂട്ടുകെട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. കുടുംബം നല്ലതാണ്. ഇങ്ങനെ ഒരു ബന്ധം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഭാഗ്യമെന്നേ ഞാൻ പറയുള്ളൂ. മാത്രമല്ല നല്ല തിരക്കുള്ളൊരു വക്കീലും എന്ന് പറഞ്ഞു. അവന്തി പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു നവീനേട്ടനെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ പറ, ഈ ബന്ധം തന്നെ എനിക്ക് മതിയെന്ന് പറ. കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവന്തികയുടെ നവീന്റെ കല്യാണം കഴിഞ്ഞാൽ മതിയെന്നുള്ളൂ. അങ്ങനെയാണെങ്കിലല്ലേ നന്ദുവിന്റെ പിന്നാലെയുള്ള നവീന്റെ നടത്തം നിൽക്കുള്ളൂ. അങ്ങനെ എന്തേലും ഒന്ന് ചെയ്യുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം. അവർ നമ്മളെ വിവാഹം നടക്കുവാണെങ്കിൽ താൻ രക്ഷപ്പെട്ടു എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലൊരു ഇടിപൊട്ടി അനിയുടെ. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അനി നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദുവിനെ വിളിച്ചിട്ട് നന്ദുവിനോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അവന്തികയെ പെണ്ണ് കാണാനായിട്ട് നവീനേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദു ചോദിച്ചു, അല്ല അതെങ്ങനെ ശരിയാവും അനി? അതെന്താ? അല്ല നവീനേട്ടന്റെ മനസ്സിൽ ഏതോ ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞേ? അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഇതേ നവീന്റെ മുത്തശ്ശനും അമ്മയെ കൊണ്ടുവന്ന ആലോചനയാ. അങ്ങനെ അവര് വന്ന് പെണ്ണ് കണ്ടിട്ട് പോയെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ എല്ലാവർക്കും താല്പര്യമാന്ന് പറഞ്ഞു. ആഹാ അത് കൊള്ളാലോ, അതൊരു നല്ല ബന്ധമുള്ളൂ എന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്താണെങ്കിലും നവീനേട്ടനും അവന്തിയും തമ്മിലുള്ള വിവാഹം നടക്കുവാണെങ്കിൽ രണ്ട് കുടുംബക്കാരും തമ്മിൽ ഒരു ബന്ധുത്വം ആവുമല്ലേന്ന് ചോദിച്ചു. അനി പറഞ്ഞു അതെ, പിന്നെ അവന്റെ സ്വഭാവം നല്ലതല്ലേ. അത് കേട്ടപ്പോ നന്ദു പറഞ്ഞു അത് ശരിയാ, പക്ഷെ എങ്കിൽ നവീനേട്ടൻ ഈ ബന്ധത്തിന് സമ്മതിക്കുമോന്ന് ചോദിച്ചു. സമ്മതിക്കാതിരിക്കാൻ വഴിയൊന്നുമില്ല. എന്നാണെങ്കിലും ഇവിടെ ആണെങ്കിലും മൂർത്തി മുത്തശ്ശനും എല്ലാവരും ഈ ബന്ധത്തെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുക. പോരാത്തതിന് അവന്തേക്കും ഇഷ്ടമാ നവീനെ. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല എന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ കല്യാണം കാണുമല്ലോ അല്ലേന്ന് ചോദിച്ചു. അതെ, നവീന്റെ അച്ഛൻ ഇനി വന്ന ഉടനെ കല്യാണം കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ടാണ് അനി കോള് കട്ടിയുന്നത്. എനിക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട്. ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ നന്ദുവിന് നവീൻ കൊടുത്തെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം അവന്റെ മനസ്സ് നിറയും നന്ദുവാണ്. തനിക്കാണെങ്കിൽ നന്ദുവിനോട് അത് പറയാനും പറ്റില്ല. നന്ദുവും താനും തമ്മിൽ ഇഷ്ടത്തിലാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് വിചാരിക്കും? ഇത്രയും കാലം അത് മറച്ചു വെച്ചെന്നൊക്കെ വിചാരിക്കില്ലേ? പോരാ തന്നെ അവന്റെ മനസ്സിൽ നന്ദുവും കൂടെ ആയതുകൊണ്ട് അതെങ്ങനെ പറയും? എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് താൻ അവനെ ചതിച്ചു എന്നൊരു ചിന്തയൊക്കെ അവന്റെ മനസ്സിലുണ്ടാകത്തില്ലേ? അവന്തിയായിട്ട് വിവാഹം ഉറപ്പിക്കുവാണെ അവർ തമ്മിലുള്ള കല്യാണം നടക്കുവാണെങ്കിൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലോ എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത മട്ടില് അനി നവീനെ വിളിക്കുന്നുണ്ട്. നവീനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, എടാ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവന്തികേനും വിവാഹം കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും അമ്മയൊക്കെ ആകെപ്പാടെ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുക. നിനക്കറിയാലോ എന്റെ മനസ്സിൽ നന്ദുവാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അനി പറഞ്ഞു, എടാ ഇനിയിപ്പം നന്ദുവിനെ മനസ്സിൽ ഇട്ടുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. നന്ദു നിന്നെ ഒരു സഹോദരനെ പോലെയാ കാണുന്നേ. അവൾക്ക് വേറെ രീതിയിലൊന്നും നിന്നോട് ഇഷ്ടമൊന്നുമില്ല. അപ്പൊ പിന്നെ അവന്തികമായിട്ടുള്ള കല്യാണം നടത്തുന്നല്ലേ നല്ലത്. പിന്നെ നീ ഇനിയിപ്പം മുത്തശ്ശനെയൊക്കെ എതിർത്തൊന്നും വരണ്ടാന്ന് പറഞ്ഞു. നവീൻ പറഞ്ഞു അതെങ്ങനെ ശരിയാവും? എന്റെ മനസ്സിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അവള് മാത്രല്ലേ, നന്ദു മാത്രല്ലേ എന്ന് പറഞ്ഞു. മാക്സിമം നവീന്റെ മനസ്സ് മാറ്റാനായിട്ട് അനി ശ്രമിച്ചു. കാരണം എനിക്കറിയാം മനസ്സ് മാറ്റിയില്ലേ ശരിയാകത്തില്ലെന്ന്. ഒടുവിൽ നവീൻ ഒരു കാര്യം തീരുമാനിച്ചു. അവന്തിയെ കാണണം, ഒന്ന് സംസാരിക്കണം, അവളോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ അവന്തികയെ വിളിക്കുവാണ്. അവന്തിയെ വിളിച്ചിട്ട് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരൊരു റെസ്റ്റോറൻറ്റ് വെച്ച് രണ്ടുപേരും കൂടെ തമ്മിൽ കാണുവാണ്. അവന്തിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നവീനേട്ടനെ പോലെ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ അച്ഛനും എല്ലാം സപ്പോർട്ടാണ്. എത്രയും പെട്ടെന്ന് തന്നെ എൻഗേജ്മെന്റ് നടത്തി കല്യാണം നടത്തുന്നതാണ് അച്ഛൻ പറയണേ. ഇനിയിപ്പോൾ അധികം താമസിപ്പിച്ചു കൂടാന്ന്. ഇനിയിപ്പോൾ താൻ ഇനി ഇഷ്ടമാന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനാണെങ്കിലും വീട്ടിൽ വേറെ ആർക്കും എതിർപ്പും കാര്യങ്ങളൊന്നും ഇല്ല താനും. പിന്നീട് അവന്തിക പറഞ്ഞു, മുത്തശ്ശൻ ശരിക്കും ഈ ആലോചനയെക്കുറിച്ച് പറഞ്ഞപ്പം ഞാൻ ആകെപ്പാടെ വണ്ടടിച്ചു പോയി. നവീനേട്ടനെ മുമ്പ് കണ്ടിട്ടുണ്ട്, നമ്മൾ തമ്മിൽ പരിചയം ഉണ്ടെങ്കിലും ഇങ്ങനൊരു ആലോചനയായിട്ട് നവീനേട്ടൻ്റെ വീട്ടുകാർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് ചോദിച്ചു നവീനേട്ടനെ ഇഷ്ടമാണെന്നൊക്കെ. ഞാൻ ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നവീൻ എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. നവീൻ ഓർത്തു ഇനി തൻ്റെ മനസ്സിലുള്ള ആ പെൺകുട്ടിയെക്കുറിച്ച് പറയണോ? അത് കേട്ട് കഴിയുമ്പോൾ ഇവളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? അത് വീട്ടിൽ പറയുമോ? ആകെപ്പാടെ ടെൻഷൻ അടിച്ച് നവീൻ ഇരിക്കുകയാണ്. പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ട്. അപ്പോഴേക്കും അവന്തി ചോദിച്ചു, എന്താ നവീനേട്ടാ? നവീനേട്ടൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്തേലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോളാൻ പറയണ. നവീൻ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു, പറയണോ വേണ്ടയോ എന്ന്. അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനി പറയുമോ എന്ന് കണ്ടറിയണം. ഒരുപക്ഷെ ചിലപ്പോൾ പറയുമായിരിക്കും. നവീൻ്റെ സ്വഭാവമല്ലേ, നന്ദുവിനെ ഇഷ്ടമാണെന്ന് ചിലപ്പം പറയാൻ വഴിയില്ല. തനിക്കൊരു പോലീസ് ഓഫീസറെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറയായിരിക്കും. പക്ഷെ അവന്തിക അത് തള്ളിക്കളയത്തുള്ളൂ. വൺ സൈഡ് പ്രണയമല്ലേ. ആ പെങ്കൊച്ചിനോട് ഇഷ്ടം പോലും തുറന്നു പറഞ്ഞിട്ടില്ലെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ
അവന്തിയൊക്കെ ഒരു സമാധാനമാവും. എങ്ങനെയെങ്കിലും നവീനെ സ്വന്തമാക്കാനായിട്ട് അവന്തിയെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.